നിങ്ങൾക്കറിയാമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കും ഇത് അറിയത്തില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇപ്പം ട്രൈ ചെയ്ത് നോക്കുന്നത്. ചൊറിഞ്ഞ് പണ്ടാരടങ്ങുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഇല, ഈ ചെടി എന്താണെന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നത് അറിയത്തില്ല. എൻ്റെ നാട്ടിൽ ഇതിന് ചൊറിയണം എന്നാണ് അറിയുന്നത്. ചൊറിയണം, അതിന് അറിഞ്ഞു തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഇലയിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പോഴേ ചൊറിഞ്ഞ് പണ്ടാരം അടങ്ങും. അത് ചൊറിഞ്ഞ് പണ്ടാരം അടങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന അതിൻ്റെ തണ്ടില്ലേ, ആ തണ്ടിൽ പിടിച്ച് വേണം നമ്മൾ ഈ ചെടിയൊന്ന് പുഴുതെടുക്കാൻ വേണ്ടി. പുഴുതെടുത്തിട്ട് ഇതേപോലെ നല്ല ഫോഴ്സിൽ ഏതെങ്കിലും ഒരു പൈപ്പിനെ മുട്ടിക്കൊണ്ട് വെച്ചിട്ട് നല്ല ഫോഴ്സിൽ കുറച്ച് നേരം അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ചൊറിയൽ പരിപാടിയൊക്കെ അങ്ങ് നിന്ന് പോകുമെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് നോക്കിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഈ ചൊറിയണത്തിന് പല പല ഔഷധ ഗുണങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ ഒഴിച്ച് ഇങ്ങനെ എന്തുവായിരുന്നു കഴുകിയെടുത്ത ആ ചൊറിയണത്തിൻ്റെ ഇല കൈകൊണ്ട് തന്നെ പിച്ചെടുത്ത് കേട്ടോ. സത്യത്തിൽ ചൊറിയുന്നില്ല, സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയുകയാണ്, ചൊറിയുന്നില്ല. എന്നിട്ട് ഈ ഇലകളെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് കുനുകുനാന്നൊന്ന് അരിഞ്ഞ് കിട്ടണം. അരിഞ്ഞെടുക്കേണ്ടതൊന്നും കാണുമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതിനൊന്നുമില്ല. കത്രി വെച്ചെറിയുക അല്ലെങ്കിൽ പിച്ചാതി വെച്ചെറിയുക, എന്ത് വെച്ചായാലും അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുക്കുമ്പോൾ നല്ല ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എനിക്ക് ചൊറിയണത്തിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നേരെ പകുതി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് അത് കുനുകുനാന്നരിഞ്ഞിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതിൽ സവാളയാണോ കൂടുതൽ അതോ ചൊറിയണത്തിൻ്റെ ഇലയാണോ കൂടുതലെന്ന്. സത്യത്തിൽ സവാളയാണ് കേട്ടോ കൂടുതൽ. ചൊറിയണത്തിൻ്റെ ഇല എനിക്ക് അത്രയും കിട്ടിയുള്ളായിരുന്നു. അപ്പോൾ ഇത്രയും കുനുകുനാന്നരിഞ്ഞെടുക്കുക. അടുപ്പ് കത്തിക്കുക. ഒരു വലിയ ചട്ടി എടുത്തിക്കുക. ഞാൻ ഒരു കുഞ്ഞു ചട്ടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. വലിയ ചട്ടി എടുത്ത് വയ്ക്കുക. അടി കട്ടിയുള്ളതോ ഫ്രൈങ് പാനോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഏത് പാത്രമാണോ എടുക്കുക അതെടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ചൊറിയണത്തിൻ്റെ ഇല അനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ പാത്രം എടുക്കാനായിട്ട്. ഇലകൾ സ്വാഭാവികമായിട്ടും എണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അത് ചുരുങ്ങി പോകുന്ന പരിപാടിയാണല്ലോ അതുങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു ശകലം, ഒരു 1/4 ടീസ്പൂണൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കുക. കാരണം എൻ്റെ കയ്യിൽ ധാരാളം ഇലകളുണ്ടല്ലോ. ചൊറിയണത്തിൻ്റെ ഇല ഒരുപാട് ലോഡ്സ് ഓഫ് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യമുള്ള ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചൊരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വാടി വരും. ആ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാനിത് എന്തോ തയ്യാറാക്കാൻ, ചൊറിയണം തോരൻ. അടിപൊളി പേരല്ലേ. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരപ്പ് തയ്യാറാക്കാൻ പോകണം. തേങ്ങ ഇല്ലായിരുന്നു ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തെ. അപ്പോൾ തേങ്ങയുടെ പൂളിത്തിരവി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ കുറച്ച് അതിൻ്റെ കഷ്ണം ഇങ്ങനെ കീറി എടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ശകലം ജീരകം, അതുപോലെ തന്നെ ശകലം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് അതൊന്ന് ചതച്ചെടുക്കുന്നതായിരുന്നു പതിവ്. പക്ഷേ ഞാനിത് അടിച്ചെടുത്തപ്പോഴൊന്നും നല്ലപോലെ അരഞ്ഞു പോയി. അതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടികല്ലിലിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ധാരാളം ക്വാണ്ടിറ്റി ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഒരു മിനിറ്റ് നേരം ആവിയിലിരുന്നൊന്ന് വേവണം. ഒരു മിനിറ്റ് നേരം ആവിയിൽ തന്നെ വേവണം. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഇല കാണാനേ ഇല്ല, ഉള്ളി മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. പക്ഷേ എന്നാലും ഇടയ്ക്കൊരു നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയ പച്ചത്തുള്ളൻ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അവസാനം നമ്മുടെ റിച്ച് ആയിട്ട് നമ്മുടെ ചൊറിയണം തോരനായിട്ടൊരു സെർവിങ് ബൗളിലേക്ക്, ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. സീരിയസ് ആയിട്ടും പറയുകയാണെങ്കിൽ ഇത് ഞാൻ വിചാരിച്ച് കഴിച്ച് ചൊറിഞ്ഞ് പണ്ടാരം അടങ്ങുമായിരിക്കും, അതൊരു ടേസ്റ്റും കാണത്തില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണ്. പക്ഷേ അങ്ങനല്ല ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഉള്ളിയും കൂടെ കൂടുതൽ ഇട്ടുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇലയ്ക്കൊരു ചുവപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കൊള്ളാം അല്ലേ എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് പോവാം. ബൈ.